ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസും എഗ്ഗും വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എഗ് ആൻഡ് പീസ് എന്നൊക്കെയാണ് ഇതിനെ പറയുക. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് ഒരു വലിയ സബോള പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക. വല്ലാതെ വഴന്നു പോകണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക. തക്കാളി ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നീട് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. പിന്നീട് ഇതിലോട്ട് ഒരു 3 ചെറിയ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മുട്ട, ഞാനിവിടെ ഒരു 3 മുട്ടയാണ് അടിച്ച് മാറ്റി വെച്ചിരിക്കുന്നത്, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് ഈ മുട്ടയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതിന് മീതെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമാവും സോസൊക്കെ ഒഴിക്കുമ്പോൾ. പിന്നെ ഒരു പകുതി സബോള പൊടിയായി അരിഞ്ഞതും മല്ലിയില ഉണ്ടെങ്കിൽ അതും ഇതിന് മീതെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് കഴിക്കാവുന്നതാണ്. വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, വെറുതെ കഴിക്കാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. താങ്ക്